ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 ഒന്നാം ക്ലാസ്സിൻ്റെ കിതാബത്ത് എക്സാം നടത്തിയതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കൊരു മോഡലായിട്ട് മാത്രമേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ വരില്ല. ഇതിന് പകരം വേറെ അക്ഷരങ്ങൾ വരാം, വേറെ വേർഡ്സുകൾ വരാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ അവരെ പാഠബുക്കിൽ നിന്നുള്ള എല്ലാ പദങ്ങളും നോക്കി വായിക്കാനും ഉസ്താദ് കേട്ടെഴുത്തെടുത്താൽ കുട്ടി എഴുതാനും ഒക്കെ പഠിക്കണം. നോക്കി എഴുതാനുള്ളതുണ്ട്, പിന്നെ കേട്ടെഴുത്തെടുക്കാനുള്ളതുണ്ട്. ആദ്യം വരുന്നത് കേട്ടെഴുത്തെടുക്കാനാണ്. ഉസ്താദ് ഒരു പേപ്പർ കൊടുക്കും, ഉസ്താദ് ഇതിലുള്ളത് പോലെ വേർഡ്സുകൾ പറയും. അപ്പോൾ ഇവിടെ വന്നതൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. ഫ, കി, മു, ഹ. ഫാവും കാഫും മീമും ഹാവും ഹർക്കത്തുകൾ മാറി വന്നിട്ടുണ്ട് ആദ്യം. അപ്പോൾ അതുപോലെ നമുക്ക് അലിഫ് തൊട്ടിട്ട് നമ്മൾ പഠിച്ച അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടി മനസ്സിലാക്കി വെക്കണം. പിന്നെന്താണ്, അവിടെ 3 അക്ഷരങ്ങൾ കൂടിയത്: അബ്ദുൻ, തർക്കുൻ, ജബലുൻ, നെഹ്റുൻ. അപ്പോൾ തർക്കുൻ എന്നൊക്കെ അവസാനം എഴുതുന്നത്, ദാല് ചേർത്ത് എഴുതുമ്പോൾ എഴുതുന്നത്, ഹാ ചേർത്ത് എഴുതുന്നത് ഒക്കെ കുട്ടി മനസ്സിലാക്കി കേട്ടെഴുത്ത് ശരിയാക്കണം. അപ്പോൾ ഇതുപോലെ മറ്റു പദങ്ങൾ വരാം. ഇനി അടുത്തത് വരുന്നത് 3 വേർഡ്സ് തന്നെയാണ്, പക്ഷെ അതിലൂടെ മദ്ദക്ഷരമായ അലിഫും വാവും യാവും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ അലിഫും വാവും യാവും കൊണ്ട് നീട്ടുന്ന 3 വേർഡ്സുകൾ അവരോട് പറയും. ഇവിടെ വന്നത് സാമ്യോൻ, സാ ഫത്തഹയെ അലിഫ് കൊണ്ട് നീട്ടിയിട്ടുണ്ട്. പിന്നെ ഫക്കീറുൻ, കാഫിൻ്റെ കസറയെ യാ കൊണ്ട് നീട്ടുന്നു. പിന്നെ സുത്തൂറുൻ, തോയിൻ്റെ ലൊമ്മിനെ വാവ് കൊണ്ട് നീട്ടുന്നു, സുത്തൂറുൻ. അപ്പോൾ അതുപോലെ അവർക്ക് മറ്റേതെങ്കിലും ഇതുപോലുള്ള പദങ്ങൾ നീട്ടാൻ വന്നത് അവർ പഠിച്ചു തന്നെയാണ് വരുള്ളൂ. ഇനി അറബി മലയാളമാണ് വന്നത്. ചായ, ചായ, ചായ. പിന്നെ തോണി, തോണി. പിന്നെ പേരക്ക, പേരക്ക. അപ്പോൾ അറബി മലയാള അക്ഷരങ്ങൾ നമ്മൾ ഓരോ പാഠത്തിൻ്റെ കൂടെ ആയിട്ട് കുറച്ച് അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കുട്ടി ഇതുപോലെ എഴുതാൻ പഠിക്കണം. ഇനി എന്താണ്, നോക്കി എഴുതാനാണ് വന്നത്. നോക്കി എഴുതാൻ ഇവിടെ താഴെ കുറച്ച് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യ അക്ഷരങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആദ്യം വന്ന അക്ഷരങ്ങൾ ലു, സോദിന് പുള്ളിട്ട ലോദ്, അപ്പോൾ ഇവിടെ ലു. പിന്നെ ഐനിന് ഫത്തഹട്ട ആ. പിന്നെ കൊൻ, ഖാഫിന് തൻവീൻ ലൊമ്മ്, കൊൻ. യു, യാ ഒറ്റക്ക് എഴുതുമ്പോൾ ഉള്ളത് അല്ലേ, അതിന് ലൊമ്മ ഇട്ടിട്ടുണ്ട്. പിന്നെ കി, കാഫ്, കാഫ് നമ്മൾ 3 രീതി പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വന്നത് മനസ്സിലാക്കാം. ഇനി എന്താണ്, അറബി മലയാളം 2 അക്ഷരങ്ങൾ കൂടി വരുന്നതാ. കുട, കുട. പന, പന, പന. പിന്നെ മഴു, മഴു, മഴു. എലി, എലി, എലി. പശ. അപ്പോൾ അതുപോലെ മറ്റ് അക്ഷരങ്ങൾ ചേർന്നിട്ട് വരും, അപ്പോൾ മനസ്സിലാക്കുക. ഇനി എന്താണ്, കുത്തുബുൻ, 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 കുത്തുബുൻ. ഫിഅലുൻ, ഫിഅലുൻ, നെഹ്റുൻ. അപ്പോൾ അതൊക്കെ അതുപോലെ പകർത്തി എഴുതുക. ഓക്കെ. ഇനി എന്താണ്, അക്ഷരങ്ങൾ ചേർത്ത് എഴുതി കൊടുക്കണം, കൂട്ടി എഴുതി കൊടുക്കണം. ഇവിടെ നമുക്ക് ഉദാഹരണം തന്നിട്ടുണ്ട്. എന്താണ്, സമീഉൻ. അപ്പോൾ ഇവിടെ സമീ, മീ നീട്ട യാ വന്നുമ്പം ഒറ്റക്ക് എഴുതുന്നതും ചേർത്ത് എഴുതുന്നതും വെവ്വേറെയാണ് അല്ലേ, അത് മനസ്സിലാക്കണം. പിന്നെ അവസാനത്തിൽ ഐന് വരുമ്പോൾ നമ്മൾ യാനോട് ചേർത്ത് എഴുതാൻ പറ്റുമ്പോൾ എഴുതുന്ന രീതിയാണ് ഇവിടെ വന്നത്. ഒറ്റക്ക് എഴുതുമ്പോഴുള്ള വേർഡ്സ് വരുമ്പോൾ എങ്ങനെയാണ്, അതായത് വാവ്, റാ, അതിനോട് ചേർത്ത് എഴുതാൻ പറ്റൂല. അപ്പോൾ അവിടെ ഐന് എങ്ങനെ എഴുതും, അവസാനത്തിൽ ഒറ്റക്കുള്ള ഐന്. ഇനി ഇടയിൽ വരുന്ന ഐനാണെങ്കിലോ നാഉബുദു, അപ്പോൾ ഇടയിലാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ആ പാഠത്തിൽ ഓരോ പാഠത്തിൻ്റെ വീഡിയോയിൽ ഇതുപോലെ ഓരോ അക്ഷരങ്ങളും ചേർത്ത് വരുന്നതും ചേർത്ത് എഴുതാൻ പറ്റാത്ത അക്ഷരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ വന്നത് എന്താണ്, കുഷിത്വത്ത്. ഇവിടെ ഫസ്റ്റ് വന്ന കാഫ്, അത് അവിടെ എഴുതൂലല്ലേ, ചേർത്ത് എഴുതുന്ന കാഫ്, ആദ്യത്തിൽ എഴുതുന്ന കാഫ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കാഫ് എഴുതണം.
എന്നിട്ട് ബാക്കി എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതാം. കുഷിത്വത്ത്. ഇനി അതേപോലെ ഷുക്കൂറുൻ. വാവ് കൊണ്ട് നീട്ടിയാൽ പിന്നെ അതിൽ റാ എഴുതാൻ പറ്റൂല. റാ വേറെ എഴുതണം. ഷുക്കൂറുൻ. പിന്നെ യക്ക് നുത്തു. എല്ലാ അക്ഷരങ്ങളും ചേർത്ത് എഴുതാം. പക്ഷേ യാ ഫസ്റ്റ് എഴുതുന്ന രീതി മാറും അല്ലേ? അപ്പോൾ അങ്ങനെ എഴുതി വേർഡ്സുകളൊക്കെ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ ഇതുപോലെ തന്നെയാണ് വേർഡ്സുകൾ മാറിയാണ് വരുന്നത്. ഒരേപോലുള്ള വേർഡ്സുകളൊന്നും എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കരുത്. അപ്പോൾ ഇതൊരു മോഡൽ മാത്രമാണ്. ഇങ്ങനെയാണ് എക്സാം വരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.